ഇരുധ്രുവം. രചന ആത്തൂസ് മഹാദേവ്. അവതരണം സാലിം കരുളായി. പൂൾ ഏരിയയിലെ ഔട്ട്ഡോർ ബെഡിൽ കണ്ണുകളടച്ച് കിടക്കുകയാണ് അർജുൻ. എന്തോ അഗാധമായ ചിന്തയിലാണവൻ. കണ്ണുകളടച്ച് കിടക്കുന്നവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് ഒരു മുഖം മാത്രമായിരുന്നു, അവൻ്റെ മാളുവിൻ്റെ. അവളോട് കാണിക്കേണ്ടി വരുന്ന അവഗണനയിൽ പിടയുന്നത് അവനായിരുന്നു. എല്ലാം തുറന്നു പറയാൻ മനസ്സ് പറയുമ്പോഴും നാവ് അതിന് വഴങ്ങാത്തതുപോലെ. ആ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയാത്ത അത്രയും കുറ്റബോധത്തിലായിരുന്നു അർജുൻ്റെ മനസ്സ്. അർജുൻ അടുത്തിരുന്ന ആരോ ഷോട്ടലിൽ തട്ടുന്നതിനൊപ്പം ആ ശബ്ദം കൂടി ആയതും അർജുൻ കണ്ണുകൾ തുറന്നു നോക്കി. പ്രതീക്ഷ ആള് മുന്നിൽ കണ്ടതും അവൻ മെല്ലെ എഴുന്നേറ്റിരുന്നു. മാധവ്, ഐ വാണ്ട് ടോക്ക് ടു യു. അർജുൻ തന്നെ സംസാരത്തിന് തുടക്കം കുറിക്കുമ്പോൾ കാര്യം അല്പം ഗൗരവമുള്ളതാണെന്ന് മാധവിന് തോന്നി. അതുമാത്രമല്ല, അർജുൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. പറയ് അർജുൻ, എന്താ പ്രോബ്ലം? മാധവിൻ്റെ ആ ചോദ്യത്തിന് അല്പനേരം മൗനം പ്രാപിച്ചെങ്കിലും ശേഷം അർജുനെല്ലാം അവനോട് തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് മാധവ് ഒരു തരം വല്ലാത്തൊരു ഞെട്ടലിൽ തറഞ്ഞെന്നു പോയി. എന്നാൽ ഉടനെ സ്വബോധം വീണ്ടെടുത്ത് മാധവ് അർജുൻ്റെ കവളിൽ ആഞ്ഞടിക്കുമ്പോൾ അവൻ്റെ മുഖം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞുപോയി. എങ്കിലും തിരികെ അവൻ പ്രതികരിച്ചില്ല. താന്തക്ക് പിറക്കാത്ത ചേറ്റ്, നീ ഇത്രയും മതപ്പതിച്ച് പോയടാ. കെട്ടിയ പെണ്ണിനെ തഴഞ്ഞ് പൂർവ്വകാമുകിയിൽ സുഖം കണ്ടെത്താൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു അർജുൻ? ഇതിനാണോടാ നീ വാശി പിടിച്ച ആ പാവം പെണ്ണിന് ആശ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? അതോ കാമുകിയെ പോരെന്ന് തോന്നുമ്പോൾ നിനക്ക് മാറ്റി ഉപയോഗിക്കാനോ? മാധവ്, മൈൻഡ് യുവർ വേർഡ്സ് ആൻഡ് ക്രോസിംഗ് യുവർ ലിമിറ്റ്. അർജുൻ കലിയോട് അവൻ്റെ കൈ തട്ടി എറിയുമ്പോൾ മാധവ് പുച്ഛത്തോടെ അവനെ നോക്കി ചിരിച്ചു. എന്നെ ലിമിറ്റ് പഠിപ്പിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് അർജുൻ? നീ കാണിച്ചു കൊണ്ടിരിക്കുന്ന ചരിത്രത്തോളം വരില്ല ഇതൊന്നും. അല്ല, ഇനി എന്താ അർജുൻ വസിഷ്ഠയുടെ പുതിയ പ്ലാൻ? മാളവികയെ തിരികെ കൊണ്ടുവാക്കി കാമുകിയെ സ്വീകരിക്കാനാണോ? അതോ ഭാര്യ ഒരിടത്ത് കാമുകി മറ്റൊരിടത്ത്, ആ ലൈനോ? ഇനി അതോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു ഐഡിയ പറയാം. നീ ഒരു കാര്യം ചെയ്യും, മാളവികയെ ആകാശന് കൊടുത്തേക്ക്. അതാകുമ്പോൾ ഇലക്കും മുള്ളിനും കേടുവരാത്ത രീതിയിൽ കാര്യങ്ങൾ ഈസിയാകും. വല്ലാത്തൊരു അവജ്ഞതയോടെയുള്ള മാധവന്റെ വാക്കുകളിൽ അർജുൻ്റെ സകല നിയന്ത്രണവും നഷ്ടമായിരുന്നു. അവനടങ്ങാത്ത ദേഷ്യത്തോടെ മാധവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. യു ബ്ലഡി ബാസ്റ്റഡ്! മാളവിക എൻ്റെ പെണ്ണ, ഈ അർജുൻ്റേത് മാത്രം. ഒരുത്തനും കൊടുക്കില്ല ഞാൻ അവളെ. ഇനി മേലി നിന്റെ നാവിൽ നിന്ന് വന്നാ അർജുൻ പിന്നെ ഈ രീതിയിലാവില്ല നിന്നോട് പെരുമാറുന്നത്. അത്രയും പറഞ്ഞവനെ കലിയുടെ പുറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അർജുൻ കാറ്റ് പോലെ അവിടുന്ന് പോയി. റൂമിൽ അർജുനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് മാളു. ഇത്തവണ എന്തായാലും അവനോട് സംസാരിച്ച് അവൻ്റെ ഈ ഒഴിഞ്ഞുമാറ്റത്തിന് കാരണം അറിയണം നമ്മൾ ഉറപ്പിച്ച് തന്നെയാണ് ഈ ഇരിപ്പ്. അല്പനിമിഷങ്ങൾ പിന്നിടുമ്പോൾ റൂമിലേക്ക് കയറി വരുന്ന അർജുനെ കണ്ട് മാള് എഴുന്നേറ്റു. അർജുൻ അവളൊന്ന് നോക്കിക്കൊണ്ട് അവൾക്ക് അടുത്തേക്ക് നടക്കാൻ ഒരുങ്ങവേ കയ്യിലിരുന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു. മാളുവിൽ നിന്നും അവൻ്റെ ശ്രദ്ധ ഒരു നിമിഷം ഫോണിലേക്കായി. സ്ക്രീനിൽ തെളിഞ്ഞ അൺനോൺ നമ്പർ കണ്ട് അർജുൻ്റെ മുഖത്ത് സംശയം നീലിച്ചെങ്കിലും അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുപുറത്തുനിന്ന് കേട്ട വാർത്തയിൽ അർജുൻ്റെ കണ്ണുകൾ ഞെട്ടലോടെ വികസിക്കുമ്പോൾ മാളുവിൻ്റെ കണ്ണുകളും അവനെ തന്നെ തറഞ്ഞു നിന്നു. ഓക്കെ, ഐ വിൽ കം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അർജുൻ നിമിഷങ്ങൾക്കുള്ളിൽ പുറത്തേക്ക് പാഞ്ഞിരുന്നു. അർജുൻ! മാളു പെട്ടെന്ന് അവൻ്റെ പുറകെ ഓടി അവനെ വിളിച്ചെങ്കിലും ആ വിളിയൊന്നും അവനിൽ പതിഞ്ഞില്ല. നെഞ്ചിലെ ഭാരം ശരീരത്തെയും ബാധിക്കുമ്പോൾ അവളുടെ കാഴ്ചയെ മറിച്ച് കണ്ണുനീര് ഒഴുകിയിറങ്ങി. മോളെ! നെറുകയിൽ പതിഞ്ഞ തൻ്റെ അമ്മയുടെ സ്നേഹസ്പർശത്തിനൊപ്പം ആ വിളി കൂടി ആയത് മാളും മെല്ലെ ബെഡിലായി എഴുന്നേറ്റിരുന്നു. തന്നെയൊന്നും നോക്കാതെ തനിക്ക് മുന്നിൽ മുഖം താഴ്ത്തിയിരിക്കുന്നവളെ കണ്ട് ആ അമ്മയുടെ ഹൃദയം മാത്രമേ നോവുന്നുണ്ടായിരുന്നു. അറിവായതിൽ പിന്നെ ചിരിച്ച് കണ്ടിട്ടേ ഉള്ളൂ ഈ മുഖം. എന്നാൽ ഇന്ന് ആ ചിരിയെങ്ങും മാഞ്ഞു. കണ്ണുകൾ കറുത്തിരുണ്ട്, എണ്ണ തേക്കാത്ത മുടിയിലകളാകെ പാറിപ്പറന്ന് പഴയ മാളവികയുടെ ഒരു നിഴൽ രൂപം മാത്രമാണ് ഇന്നവൾ. 6 മാസങ്ങൾ പിന്നിടുമ്പോൾ ഉണങ്ങാതെ ചില നോവുകൾ മാത്രം ബാക്കി. എൻ്റെ കുട്ടി ഇങ്ങനെ ഇരിക്കാതെ പോയി ഒന്ന് കുളിച്ചു വായോ. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നിന്റെ അനിയത്തിയുടെ വിവാഹ നിശ്ചയാണ്. എൻ്റെ കുട്ടി എല്ലാം മറന്ന് ചിരിച്ച മുഖത്തോടെ വേണം അവിടെ നിൽക്കാൻ. ആർക്കു വേണ്ടിയും ഈ മുറുക്കിൽ അടച്ചിരിക്കേണ്ടവളല്ല നീ. അമ്മ പറയുന്നത് എൻ്റെ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? വാത്സല്യത്തോടെയും നോവോടെയും ആ അമ്മയുടെ കൈകൾ അപ്പോഴും അവളുടെ നെറുകയിൽ തലോടുമ്പോൾ മാളും മുഖമുയർത്തി അവരൊന്ന് നോക്കി. ആ നിമിഷം വരണ്ട ഒരു പുഞ്ചിരി അവളുടെ ചൊടികളിൽ സ്ഥാനം പിടിച്ചു. അച്ഛന് നിന്റെ ഈ രൂപം കാണാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. 3 മാസമായി ആ മനുഷ്യനൊന്ന് ഉറങ്ങിയിട്ട്. നിന്നോർത്ത് വേദനിക്കാത്തൊരു ദിവസം പോലും ഇല്ല ഇപ്പോൾ. അമ്മ പറയുന്നത് തെറ്റാണെങ്കിൽ അമ്മയോട് എൻ്റെ പൊന്നുമോള് ക്ഷമിക്കണം. ആ മനുഷ്യന് ഇനിയും വേദനകൾ കൊടുക്കരുത് നീ. എല്ലാം മറന്ന് ചിരിക്കുന്ന നിന്റെ മുഖം കണ്ടാൽ മതി നിന്റെ അച്ഛനും ഉള്ളിലെ വേദന മറക്കാൻ.
അച്ഛന് വേണ്ടിയെങ്കിലും എല്ലാം എൻ്റെ കുഞ്ഞു മറക്കണം. നിന്നെ വേണ്ടാത്തതിനോ നിനക്കും വേണ്ട. അല്ലെങ്കിലും എൻ്റെ മോളെ കിട്ടാനുള്ള പുണ്യൊന്നും അവൻ ചെയ്തിട്ടില്ല. ഉള്ളിലെ വേദന മുഴുവൻ അവരുടെ കണ്ണുകളിലൂടെ ഒലിച്ചിറങ്ങുമ്പോൾ അവളിൽ വെറും നിർവികാരം മാത്രമായി. ആരെയും അളവിക്കുന്ന ഓർക്കുന്നില്ല അമ്മ. അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ എനിക്കിപ്പോൾ ആരാ ഉള്ളത്? എന്നിലെ മുറിവുകൾ അത് എൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ. അമ്മ പോയിക്കോ, കുളി കഴിഞ്ഞാൽ ഞാൻ താഴേക്ക് വന്നോളാം. അവളുടെ വരണ്ട ചുണ്ടുകൾ മെല്ലെ ചലിക്കുമ്പോൾ ഇനിയും അവിടെ ഇരിക്കാൻ കഴിയാത്തതുപോലെ അവർ സാലിത്തലപ്പിനാൽ വായ പൊത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ കാഴ്ച കാണുകയെ അവൾ ദീർഘമായും നിശ്വസിച്ചു. ആ വീട്ടിൽ നിന്നും പടിയിറങ്ങിയിട്ട് ഇന്നേക്ക് 6 മാസം പിന്നിടുന്നു. അവസാനമായി അർജുനെ കണ്ട ദിവസം നന്നായിരുന്നു. തന്നോട് സംസാരിക്കാനെന്നോണം റൂമിലേക്ക് വന്നതും അതിന് തടസ്സം തീർത്തുകൊണ്ട് ഫോൺ കോൾ വരുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നിലൊരു നോട്ടം പോലും വന്നെത്താതെ അവൻ പുറത്തേക്ക് പായുമ്പോൾ കാലുകൾ അവന് പിന്നാലെ ചലിച്ചുവെങ്കിലും തോൽവിയായിരുന്നു ഫലം. ഇനിയുള്ള തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന തോൽവികൾക്ക് തുടക്കമെന്നോണം. ആ ഒരു ദിവസത്തിന് പിന്നെ ഈ നിമിഷം വരെ അർജുനെ താൻ കണ്ടിട്ടില്ല. കാത്തിരുന്നു ആ രാവും പല രാവുകളും. വന്നില്ല. വിളിച്ചു നോക്കി ഒരുപാട് തവണ, പക്ഷെ എടുത്തില്ല. ആദിയോടെ മാധവേട്ടനെ വിളിച്ചുവെങ്കിലും അവിടെയും നിരാശയായിരുന്നു ഫലം. ഒടുവിൽ വേറെ വഴിയില്ലാതെ താഴേക്ക് ഇറങ്ങുമ്പോൾ ആളിലൊരു ചർച്ച നടപ്പുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും വകവെക്കാതെ താഴേക്ക് ഇറങ്ങാൻ നിന്ന് തൻ്റെ കാതുകളിൽ പതിഞ്ഞത് തീ പോലുള്ള വാക്കുകളായിരുന്നു. വിറങ്ങലിച്ച് നിന്നുപോയി. സ്വന്തം പദവി പോലും മറന്ന് കെട്ടിയ പെണ്ണിനെയും കളഞ്ഞ് മുൻ കാമുകിയെയും കൊണ്ട് നാടുവിടാൻ എങ്ങനെ മനസ്സ് വന്നു നിന്റെ മകന്? എന്നെ തോൽപ്പിക്കാൻ അവൻ്റെ ഈ പ്രവൃത്തിയെങ്കിൽ പൊന്നുമോൻ വിളിക്കുമ്പോൾ നീ പറഞ്ഞേക്ക് രാംദാസിന് ഇനി അങ്ങനെ ഒരു മകനില്ലെന്ന്. മരിച്ചു പോയതായി കണക്കാക്കിക്കോളാം ഞാൻ. ഇങ്ങനെ ഒന്നിന് ജന്മം കൊടുത്തിട്ടില്ലെന്ന് വെക്കും ഞാൻ. അടിമുടി വിറച്ചുകൊണ്ടുള്ള അയാളുടെ ആ വാക്കുകളിലൊന്നും അനങ്ങാൻ പോലും കഴിയാതെ നിന്നുപോയി മാറും. നെഞ്ചിലേക്ക് ഒരു വാളായി കുത്തിക്കേറിയത് ആ വാക്കുകളായിരുന്നു. കെട്ടിയ പെണ്ണിനെയും കളഞ്ഞ് പഴയ കാമുകിയെയും കൊണ്ട് നാടുവിടാൻ എങ്ങനെ മനസ്സ് വന്നു നിന്റെ മകന്? ഒരു ബലത്തിനെന്നോണം അവൾ റെയിലിങ്ങിൽ മുറുകെ പിടിച്ചു. അങ്കിൾ പെട്ടെന്ന് പുറത്തുനിന്ന് വർഷ അതിവേഗത്തിൽ അകത്തേക്ക് വന്നു. ഒരു നിമിഷം റാമിൻ്റെയും രാഗയുടെയും ശ്രദ്ധ അവൾക്ക് നേരെയാകുമ്പോൾ മാളുവിൻ്റെ അടഞ്ഞു പോകുന്ന കണ്ണുകളും അവൾക്ക് നേരെ നീണ്ടു. അങ്കിൾ, അവരുടെ വിവാഹം കഴിഞ്ഞു. ഇന്ന് മോർണിംഗ് ആയിരുന്നു. മുഴുവനായ ആ വാക്കുകൾ കാതിൽ പതിയും മുന്നേ ഒരു തൂവൽ കണക്ക് നിലം പതിഞ്ഞു പോയി അവൾ. വലത് കൈയിൽ പതിഞ്ഞ നേരിയ തണുപ്പിൽ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കിയ മാള് കണ്ടു കണ്ണു നിറച്ച് തനിക്കരികിലായിരിക്കുന്ന തൻ്റെ അനിയത്തിയെ. എന്താ മോളെ? ആ കണ്ണുകളിൽ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുന്നുവെങ്കിലും അവൾ വെറുതെ ഒന്ന് ചോദിച്ചു. മായു തൻ്റെ കൈകളാൽ അവളുടെ രീതിയിൽ പറയുമ്പോൾ മാളുവിൻ്റെ കണ്ണുകളും ഒന്ന് നിറഞ്ഞു. വേണ്ട മോളെ, എനിക്ക് വേണ്ടി നീ ഒരിക്കലും നിന്റെ ജീവിതം നശിപ്പിക്കരുത്. അച്ഛൻ്റെയും അമ്മയുടെയും ഏക സന്തോഷം അതിന് നീയാ. ഞാൻ കാരണം ഇനി അതുകൂടെ നശിക്കാൻ പാടില്ല. പിന്നെ ഞാൻ അനുഭവിച്ചതെല്ലാം എൻ്റെ വിധിയാണ്. അതിനെ തടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല മോളെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വേണ്ടാത്ത ചിന്തകളൊന്നും നിന്റെ മനസ്സിൽ വേണ്ട. ചേച്ചി ഓക്കെയാണ്, അല്ലെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് ഓക്കെ ആകും. ആർക്കു വേണ്ടിയും കളയാനുള്ളതല്ലല്ലോ എൻ്റെ ജീവിതം. ഒരു നിമിഷം ആ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി. ഉറപ്പായ പഴയ മാളവികയിലേക്ക് ഞാൻ മടങ്ങി വരും. ആർക്കു മുന്നിൽ തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ഇത്രയും നാൾ ഇങ്ങനെ ഇരുന്നത് എൻ്റെ തെറ്റ്. പിന്നെ മനസ്സ് കൈവിട്ട് പോകുമ്പോൾ ആരായാലും വീട് പോകും. അതിന് എത്ര ധൈര്യശാലി ആയാൽ പോലും എല്ലാം ഇവിടം കൊണ്ട് മറക്കുവാ ഞാൻ. എനിക്ക് നിങ്ങളൊക്കെ ഇല്ലേ, അത് മാത്രം മതി ഇനിയും. അവൾ നിറഞ്ഞു വരുന്ന കണ്ണുകൾ ശാസനയോടെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചുകൊണ്ട് പറയുമ്പോൾ മായി കരഞ്ഞുകൊണ്ട് അവളുടെ നെഞ്ചിലേക്ക് വീണു. മാളും മെല്ലെ അവളെ ചേർത്ത് പിടിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞ് ശ്രീധരൻ മെല്ലെ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ തോളിൽ കിടന്ന തോർത്തുകൊണ്ട് തൻ്റെ നിറകണ്ണുകൾ കൂടെ അയാൾ ഒപ്പൊന്നുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് കയ്യിൽ തടഞ്ഞൊരു ധാവണി എടുത്ത് കൊടുക്കുമ്പോൾ മാളുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരിയായിരുന്നു. വീണ്ടും ആ പഴയ പൊട്ടിപ്പെണ്ണിലേക്കുള്ള യാത്രയിൽ കുതിർന്ന പുഞ്ചിരി. കണ്ണുകൾ നന്നായി കറുപ്പ് ചെയ്ത് നെറ്റിയിൽ തൊട്ട പൊട്ടിനൊപ്പം ചന്ദനക്കുറി കൂടെ നീട്ടി വരച്ചു. തലയിലെ തോർത്തടിച്ചു മാറ്റി മുടിയുടക്ക് കളഞ്ഞ് അല്പം എടുത്ത് ക്ലിപ്പ് എടുത്തിട്ടു. കാതിൽ കിടന്ന കമ്മൽ മാറ്റി ഒരു ജിമിക്ക് കൂടെ എടുത്തിട്ടു. ശേഷം കണ്ണാടിയിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. മാള് താഴേക്ക് വരുമ്പോൾ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവരും ഒന്നിക്കണമല്ലോ. എല്ലാവർക്കും ഒരു പുഞ്ചിരി കൈമാറിക്കൊണ്ട് അവൾ ഉമ്മറത്തേക്ക് ഇറങ്ങി. ശ്രീധരൻ മുറ്റത്തിൽ നിന്ന് ആരോടൊക്കെയോ സംസാരത്തിലാണ്. മുറ്റത്ത് അത്യാവശ്യം വലിയൊരു പന്തൽ തന്നെ ഇട്ടിട്ടുണ്ട്. പുറം മുഴുവൻ നന്നേ വൃത്തിയായി ഒതുക്കിയിട്ടുണ്ട്. അവളുടെ കണ്ണുകൾ മുഴുവനായി ഒന്ന് പാഞ്ഞു. ശേഷം വീണ്ടും ശ്രീധരനിലേക്ക് കണ്ണുകൾ വന്ന് നിൽക്കുമ്പോഴാണ് അയാൾക്ക് ഓപ്പോസിറ്റായി നിൽക്കുന്ന ആളിൽ ആ മിഴികൾ ഉടക്കുന്നത്.
മുന്നിൽ നിൽക്കുന്ന ആകാശിനെ കണ്ട് അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. ഡാർക്ക് ഗ്രീൻ ഷർട്ടും അതേ കരയുള്ള മുണ്ടുമുടുത്ത് ഗൗരവത്തോടെ എന്തോ സംസാരത്തിലാണ് കക്ഷി. മാളു നേരിയ പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ചുവടുകൾ വെച്ചു. ശ്രീധരനോടെന്തോ കാര്യമായി പറയുന്നതിനിടയിൽ കണ്ണുകൾ സൈഡിലേക്ക് ചലിക്കവേ ഒരു നിമിഷം ആകാശം നിശബ്ദമായി. അവൻ്റെ കണ്ണുകൾ ഞെട്ടലോടെ വിടരുമ്പോൾ അത് കണ്ടാവണം ശ്രീധരനും അവൻ നോക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കി. ഒരു വേള അയാളുടെ മുഖവും അത്ഭുതത്താൽ വിടർന്നു പോയി. ആളൊഴിഞ്ഞ പറമ്പിലിരിക്കുമ്പോൾ മാളുവിലും ആകാശിലും നിറഞ്ഞു നിന്നത് മൗനമായിരുന്നു. എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നതാണ് മാളു അവനെവിടേക്ക്. വന്നിട്ട് ഒരുപാട് നേരമായെങ്കിലും അവൾ ഇതുവരെ അവനോടൊന്നും സംസാരിച്ചു തുടങ്ങിയിരുന്നില്ല. വലത് കൈ താടിയിലൂന്നി കണ്ണുകളാൽ വേറെങ്ങോ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്നവളെ ആകാശം ഒന്ന് നോക്കി. വല്ലാത്തൊരു തിളക്കമാണ് അവളുടെ മുഖത്തുനിന്ന് തോന്നിയവന്. ഒരുപക്ഷെ ഇത്രയും നാൾ കണ്ടതിൽ നിന്നുള്ള വ്യത്യസ്തമായൊരു ഭാവം. ഹലോ, അതെ, കണ്ണ് തുറന്നിരുന്ന് സ്വപ്നം കാണാനാണോ താൻ എന്നെയും കൊണ്ട് ഇവിടേക്ക് വന്നത്? ആകാശിൻ്റെ ശബ്ദമാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. മാള് തലചരിച്ച് അവനൊന്ന് നോക്കി. ആ വാക്കുകളിൽ നിറഞ്ഞു നിന്ന് പരിഹാസം തിരിച്ചറിഞ്ഞതുപോലെ അവളൊന്ന് പുഞ്ചിരിച്ചു. എന്നോട് നല്ല ദേഷ്യമുണ്ടല്ലേ ഇപ്പോഴും? അവൾ അതേ പുഞ്ചിരിയോട് ആ മുഖത്തിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ ചോദിക്കുമ്പോൾ ആകാശ് അവളിൽ നിന്നും മുഖം മാറ്റിക്കളഞ്ഞു. എനിക്കാരോടും ഒരു ദേഷ്യമല്ല, സ്വയം പൊട്ടനായതിനുള്ള വേദന മാത്രം. അത് ഈ രൂപത്തിൽ പരിണമിച്ചാൽ തെറ്റ് പറയാൻ കഴിയും എന്നെ? ഇത്തവണ ദേഷ്യ ലെവലേശം പോലും ഇല്ലായിരുന്നു അവൻ്റെ വാക്കുകളിൽ. എവിടെയാ തെറ്റ് പറ്റിയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ കൊക്കിലൊതുങ്ങാത്തത് ആഗ്രഹിച്ചത് കൊണ്ടാകും ഈശ്വരൻ പോലും ഇത്രയും വലിയ വേദന എനിക്ക് തന്നത്. ഒരിക്കലും നിലമറന്ന് പെരുമാറാൻ പാടില്ലായിരുന്നു ഞാൻ. എന്നെപ്പോലൊരു പെണ്ണിനെ ആഗ്രഹിക്കാവുന്നതിനും അപ്പുറല്ലേ ഞാൻ തേടിപ്പോയത്. അത് എന്നെ സ്നേഹിക്കുന്ന പലതും മറന്നുകൊണ്ട്. മാളുവിൻ്റെ ആ വാക്കുകൾ ഞെട്ടലോടെയാണ് ആകാശം ശ്രമിച്ചത്. അതേ ഞെട്ടലോടെ അവൻ്റെ മുഖം അവൾക്ക് നേരെ തിരിയുമ്പോൾ മാളു തന്നെ നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്ന് മറക്കാനെന്നോണം മുഖം താഴ്ത്തി കളഞ്ഞു. എന്താണ് മാളിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം? തൻ്റെ ഇഷ്ടം അവൾക്ക് മുന്നേ അറിയാമായിരുന്നെന്നാണ്. ആ അറിവുണ്ടായിട്ടും അവൾ അഭിനയിക്കുമായിരുന്നെന്നും എനിക്ക് മുന്നിൽ പലവിധ ചിന്തകളിൽപ്പെട്ട് ഉഴലുകയായിരുന്നു അവൻ്റെ മനസ്സ്. പഴയതൊക്കെ ചെകഞ്ഞെടുത്ത് വേദനിപ്പിക്കാനല്ല ഞാൻ ഏട്ടനിവിടേക്ക് കൊണ്ടുവന്നത്. പകരം കുറച്ച് കാര്യങ്ങൾ പറയാനും എന്നെ അങ്ങോട്ട് സഹായിക്കുമെന്ന് ചോദിക്കാനുമാണ്. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാത്ത പോലെ ആകാശം അവളെ തന്നെ നോക്കിയിരുന്നു പോയി. മാസങ്ങൾക്ക് ശേഷമുള്ളൊരു കൂടിക്കാഴ്ച ഉണ്ടാവും ചിലപ്പോൾ നാളെ. അവിടെ തകർന്നു പോകാതിരിക്കാൻ എനിക്കൊരാളുടെ താങ്ങ് വേണം. കളങ്കമില്ലാതെ ചേർത്ത് നിർത്താൻ കരങ്ങൾ വേണം. എൻ്റെ കൂടെ നിൽക്കാവോ? അവസാന പ്രതീക്ഷയെന്നോണം മാൾ അവനോടായി ചോദിക്കുമ്പോൾ ആകാശം ചിരിക്കുകയാണ് ചെയ്തത്. പല അർത്ഥങ്ങളുള്ള പുഞ്ചിരി. എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. ഏതോ ഒരു നിമിഷം ഉള്ളിൽ കിടന്നു കൂടിയതാ നിൻ്റെ ഈ മുഖം എൻ്റെ മനസ്സിൽ. എൻ്റെ അനിയത്തിയുടെ ഒപ്പം പൊട്ടിച്ചിരിച്ച് നടക്കുന്ന ഈ കുഞ്ഞിപ്പെണ്ണിനോട് തോന്നിയ വാത്സല്യം പിന്നെ അവിടേക്ക് പ്രണയത്തിൻ്റെ നിറം പകരുമ്പോൾ എന്തുകൊണ്ടോ അത് തീർത്താൻ ഞാൻ സ്വയം തയ്യാറായില്ല എന്നതാണ് സത്യം. ദിനങ്ങൾ കഴിയുമ്പോൾ ആ ഇഷ്ടം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. കൂടുതൽ ആഴത്തിൽ സ്നേഹിച്ചു. പക്ഷേ ഒരു തെറ്റുപറ്റി. തുറന്നു പറയേണ്ട സമയത്ത് അത് പറയാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. അതൊരിക്കലും മനഃപൂർവ്വമല്ല. അനിയത്തിയായി കാണേണ്ടവൾ മറ്റൊരു കണ്ണിൽ കണ്ടു എന്ന പേരിൽ നിന്റെ അപകടം നിൽക്കേണ്ടി വരുമെന്ന ഭയം കൊണ്ട് മാത്രം. പിന്നെ നടന്നതൊക്കെ ഞാൻ ഇന്ന് വിധിക്ക് വിട്ടുകൊടുക്കുന്നു. ആകാശിന് മാളുവിനോട് തോന്നിയത് വിധിക്കപ്പെടാത്ത പ്രണയമായിരുന്നില്ല, അത് വിലക്കപ്പെട്ട പ്രണയമായിരുന്നു. നീ മറ്റൊരാൾക്ക് സ്വന്തമാകുന്നായപ്പോൾ എന്തൊക്കെയോ ചെയ്തു കൂട്ടി ഞാൻ. ഒടുവിൽ ഒന്നും നേടിയില്ല, നാട്ടുകാരുടെ പരിഹാസമല്ലാതെ. എന്ന് കരുതി അതിലെനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയിട്ടില്ല. കാരണം നിന്റെ ഭാഗത്ത് തെറ്റുള്ളതായി എനിക്ക് തോന്നിയില്ല. ആരെ സ്നേഹിക്കണം എന്നുള്ളത് നിന്റെ ഇഷ്ടവും തീരുമാനമാണ്. അതങ്ങനെ തന്നെ നടക്കട്ടെ, കൂടെ ഉണ്ടാവും എന്നും എപ്പോഴും. തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ പോകാനായി എഴുന്നേൽക്കുമ്പോഴാണ് അവൻ്റെ അടുത്ത് കയ്യിലായി അവളുടെ പിടി വീഴുന്നത്. ആകാശം തിരിഞ്ഞു നോക്കും മുന്നേ എന്തോ ഒന്ന് നിമിഷ നേരം കൊണ്ട് തൻ്റെ നെഞ്ചിലായി വന്നു വീണിരുന്നു. ഞെട്ടലോടെ മുഖം താഴ്ത്തി നോക്കുമ്പോൾ മാളുവിൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കരയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവനത് കണ്ടു നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ചേർത്ത് പിടിക്കാൻ കഴിയാതെ ആദ്യം നിൽപ്പവൻ തുടരുമ്പോൾ മാള് മുഖമുയർത്തി നോക്കി. ശപിക്കരുത് എന്നെ, ക്ഷമിക്കണം ചെയ്തതിനൊക്കെയും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ തിരിഞ്ഞു നടക്കുമ്പോൾ ആകാശ അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചു നിന്നുപോയി.